ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കൂൾ റീഓപ്പണിന് വേണ്ടിയിട്ടുള്ള ബിഫോർ സ്കൂൾ റീഓപ്പണിന് എന്തൊക്കെ ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്കൂൾ ബാഗായിട്ടാണ്. ഈ സ്കൂൾ ബാഗിൽ നമ്മൾക്ക് ആദ്യം നിങ്ങളുടെ പഴയ സ്കൂൾ ബാഗ് നല്ല ക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾക്കത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ എന്നുള്ളതാണ്. സിബൊക്കെ നല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയത് തന്നെ യൂസ് ചെയ്യാം. അല്ല, എനിക്ക് പുതിയത് വേണം, പഴയത് നല്ല ക്വാളിറ്റിയിൽ ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേടിക്കാം എന്നുള്ളതാണ്. വെറുതെ മേടിക്കേണ്ട കേട്ടോ. അപ്പോൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾക്ക് പൗച്ച് കാണാം കേട്ടോ. ഇതാണ് എൻ്റെ പൗച്ച്. ഞാൻ ബീറ്റസ്റ്റ് കിച്ചൻ ഞാൻ ഹോം മെയ്ഡായിട്ട് മേക്ക് ചെയ്തതാണ്. പൗച്ചും അതേ തന്നെയാണ്. നിങ്ങൾക്ക് പഴയതുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ബോക്സ് ആണെങ്കിൽ പഴയതുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പഴയത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം അത് പർപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷാമ്പൂവും ഇത്തിരി പഴയ ബ്രഷും കൊണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു കേട്ടോ. അതാണ് ഈ പൗച്ച്. അപ്പോൾ ഈ പൗച്ച് നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട്. ഈ പൗച്ച് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, കാരണം BTS തീംഡാണ് ഇപ്രാവശ്യം എൻ്റെ സ്റ്റേഷനറി എല്ലാം. നിങ്ങളും അങ്ങനെ ഒരു സ്റ്റേഷനറി തീം ആൻഡ് കളർ ചൂസ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾക്ക് നോക്കാം സ്കൂൾ ഷൂ. ഇന്നൊക്കെ സ്കൂൾ ഷൂ വന്നിട്ടുള്ളത് അതിനും വൈറ്റാണ്. നിങ്ങളുടെ സ്കൂളിൽ ഒരു ബ്ലാക്കും ഒരു വൈറ്റുമാണ് വേണ്ടത്. ഷൂവും അതേ തന്നെ. നിങ്ങൾക്ക് സൈസ് ഓക്കെ ആണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. സൈസ് എൻ്റെ ടൈറ്റാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയത് വാങ്ങിക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് കറക്റ്റാണെങ്കിൽ നിങ്ങൾ പുതിയത് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ ബ്ലാക്ക് ഷൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഞാൻ വൈറ്റ് ഷൂ എൻ്റെ ചാനലിൽ കാണിക്കുന്നത്. ഇത് ബ്ലാക്ക് ഷൂ ആണ്. ഇനി നമുക്ക് യൂണിഫോം കാണാം കേട്ടോ. ഇനി ഞാൻ വന്നിട്ടുള്ളത് യൂണിഫോമായിട്ടാണ്. യൂണിഫോം എനിക്ക് ചില ഹയർ ക്ലാസ്സസിൽ ചിലവർ പോകുമ്പോൾ യൂണിഫോമിൻ്റെ ടൈപ്പ് മാറും, കളറല്ല ടൈപ്പ് മാറും. അപ്പം അങ്ങനെ മാറുമ്പോൾ നിങ്ങൾക്ക് തുന്നാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ. അല്ല, എനിക്ക് സൈസ് കറക്റ്റാണ്, ഇത് തന്നെയാണെന്ന് വെച്ചാൽ സെയിം യൂണിഫോമാണ് പോയ വർഷത്തിന് വെച്ചാൽ കറക്റ്റ് സൈസാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തത് വേണ്ടത് ഐഡൻറ്റി കാർഡാണ്. എൻ്റെ സ്കൂളിലെ ഐഡൻറ്റി കാർഡ് ഇനി തരുമോ എന്ന് എനിക്കറിയില്ല. ഇനി അത് തരുന്ന വരെ ഞാൻ പഴയ ഈ ID കാർഡാണ് ഞാൻ ഇട്ടിട്ട് പോകാൻ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് ബോട്ടിൽ കാണാം. ഇതാണ് എൻ്റെ ബോട്ടിൽ. ഈ ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ബോട്ടിൽ എനിക്ക് ലീക്കാവാതിരുന്ന ഈ ഇയർ മുഴുവൻ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കും. അല്ല എന്ന് വെച്ചാൽ ഞാൻ ലീക്കാവുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും വേറെ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യും. ഇനി അടുത്തത് നമ്മൾക്ക് ലഞ്ച് ബാഗ് കണ്ടിട്ട് വരാം. ഇതാണ് എൻ്റെ ലഞ്ച് ബാഗ്. ഇത് ഞാൻ പഴയ വർഷത്തിൻ്റെയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തു. അതേപോലെ തന്നെ നിങ്ങൾക്കും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഉള്ളിലത്തെ, അതായത് ലഞ്ച് ബാഗിൽ ഉള്ളിലത്തെ എന്തൊക്കെയാണെന്ന്. ഈ ഫ്രണ്ട് ഭാഗത്തിരി കീറിയിട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. ഇത് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് ഉള്ളിൽ. കുറച്ച് ഹൈറ്റുള്ള ലഞ്ച് ബാഗ് തന്നെയാണ്. എനിക്ക് ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല ബ്ലാക്ക് ആയതുകൊണ്ട്. അടുത്ത് നമ്മൾക്ക് ഇനി സ്നാക്സ് ബോക്സ് കാണാം. സ്നാക്സ് ബോക്സ് ഇതാണ്. ഞാൻ ലഞ്ച് ബോക്സ് കാണിക്കുന്നത്, അതിന് സെറ്റായിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇതാണ് എൻ്റെ സ്നാക്സ് ബോക്സ്. ഇപ്രാവശ്യം എനിക്കിത് പിങ്ക് ആയിപ്പോയി, പർപ്പിൾ കിട്ടിയില്ല. അത് കുഴപ്പമില്ല. ഇനി കുറേ സ്നാക്സ് ബോക്സ് ഉണ്ട്, ഞാൻ മാറ്റി ഉപയോഗിക്കും. ഇത് ഒന്ന് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കുടയാണ്. കുട നിങ്ങൾക്ക് പഴയത് തന്നെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പഴയതൊന്നും ആയിട്ടില്ല, നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ യൂസ് ചെയ്യാം. അല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയത് വാങ്ങിക്കാം എന്നുള്ളതാണ്. ചിലവർ റെയിൻ കോട്ടും അതേപോലെ തന്നെ ബാഗിൻ്റെ കവറൊക്കെ വാങ്ങിക്കും. എൻ്റെ അടുത്ത് അത് ഉണ്ട്, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുകയാണ്. ഇത് ഫസ്റ്റ് എൻ്റെ അടുത്തെയാണ് റെയിൻ കോട്ട്, അപ്പോൾ കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്യും. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ലഞ്ച് കിറ്റിൽ വെക്കാൻ പോകുന്ന ടവലാണ്. ആദ്യത്തെ ടവൽ ഇതൊരു ചെറിയ ടവലാണ്, മീഡിയം സൈസ് ടവൽ, ബ്ലൂ കളറാണ്. മുകളിൽ നല്ല കളറാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ കളർ, എഗെയിൻ ബ്ലൂ കളറാണ്. ഇത് നല്ല ഒരു വലിയ ടവലാണ്. പിന്നെ നമുക്കൊരു നല്ല ചെറിയ ടവലാണ്. ഇത് നമ്മൾക്ക്
കിറ്റിന് യൂസ് ചെയ്യാം. ഇത് ഒരു ഗ്രീൻ കളറാണ്, ചെറുതായത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇത് മാത്രം. അടുത്തത് നമുക്ക് റെഡാണ്, നല്ല വലിയ ടവലാണ്, നമ്മൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കില്ല, കാരണം നല്ല വലുതല്ലേ, അതുകൊണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ കർച്ചീഫൊക്കെ നോക്കാം. കർച്ചീഫ് എനിക്ക് കുറച്ചേ ഉള്ളൂ, ഇനിയും കുറച്ചുണ്ട്. അത് നമുക്ക് വേറെവിടെയെങ്കിലും തപ്പിപ്പിടിച്ചെടുക്കണം. ഇത് നല്ല സ്മൂത്താണ്. ഞാൻ ഫസ്റ്റ് ട്രൈ എന്നാണ് അമ്മ വാങ്ങിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇതൊരു വലിയ കർച്ചീഫാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല, വെറുതെ ഞാൻ വീഡിയോയിൽ കാണിച്ചെന്ന് മാത്രം. പിന്നെ ഈ ഒരു ടവലും നല്ല ഒരു സ്മൂത്താണ്, ആ കിറ്റിൻ്റെ കൂടെ തന്നെ വന്നതാണ് കേട്ടോ. നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ടവലിൻ്റെ മെറ്റീരിയലും സ്മൂത്തും സോഫ്റ്റും ഒക്കെ. ഓക്കെ, ഇനി നമ്മൾക്ക് കാണേണ്ടത്, ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞു, എന്നാലും ഞാൻ സാനിറ്റൈസർ ഡെറ്റോളിൻ്റെ കയ്യിൽ വയ്ക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ലഞ്ച് ടൈമിൽ ഞാൻ വാട്ടറിൽ വാഷ് ചെയ്യും കൈ, എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട് സാനിറ്റൈസർ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉള്ളിലൊക്കെ ചിലർ കാണിച്ച ഷോർട്സ് ഇരുന്നില്ല, അതാണ് ഞാൻ ട്രൈ ചെയ്തത്, പക്ഷെ കുളമായിപ്പോയി. അപ്പം ഇതാണ് എൻ്റെ സാനിറ്റൈസർ, ഡെറ്റോളിൻ്റെയാണ്, ഗ്രീൻ കളറാണ്. ഇനി നമുക്ക് സ്റ്റേഷനറി നോക്കാം. കുറച്ച് പേനകളും ബ്ലാക്കും ബ്ലൂവും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പിങ്കിൽ കുറച്ച് റബ്ബറും കട്ടറും അതേപോലെ തന്നെ ആ ബോക്സിലുണ്ട്. പിന്നെ ഇത് തുറക്കാൻ വന്നില്ല, പിന്നെ ഞാൻ കാണിച്ചു തരും. ഇത് റെഡാണ്, ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, സ്റ്റേഷനറീസ്. പിന്നെ ഇത് പേനയും വണ്ടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ സ്കെച്ചും ക്രയോൺസും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ തുറന്ന് കാണിച്ചതാണ്, ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. ഞാനത് അലങ്കോലമായിട്ട് കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഒരു ബുക്ക് വെച്ച് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ എക്സാം പാഡാണ്. ഇത്